കമ്പനി മാത്രം പോരാ, മുക്തയും വേണം. ബിസിനസ്സിന് വേണ്ടി അവളെ കല്യാണം കഴിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ഇപ്പോൾ അതൊരു ഈഗോ ഇഷ്യൂ ആയി. എന്നെ വേണ്ടാന്ന് പറഞ്ഞ അവളെ കല്യാണം കഴിച്ച് ഭാര്യയാക്കി എൻ്റെ അടിമയാക്കും. അതോടെ അവളെ കൊണ്ടുള്ള ശല്യം തീരും. കമ്പനിയിൽ നിന്നെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഇവരെല്ലാം തീർത്തിട്ട് അവസാനം പാറുവിനെ കൊല്ലണം. സമയം എടുത്ത് വേദന എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തു കൊല്ലണം. എന്നാലേ നമ്മൾ അനുഭവിച്ച എന്താണെന്ന് അവൾ മനസ്സിലാക്കൂ. നമ്മുടെ എല്ലാ ശത്രുക്കളെയും നമ്മൾ ഒഴിവാക്കും. വാ, കൈലാഷ് കാത്തു നിൽക്കുന്ന ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്. പ്രിയന് ഞാനത് അയച്ചു കൊടുത്തു. നമുക്ക് അങ്ങോട്ട് പോവാം. പോവാം. ഇത്തവണ കൈലാഷ് മിസ്സാവരുത്. സർ, നീ എന്താ ഇവിടെ? സാറിന് എന്നോടെന്തോ സംസാരിക്കണമെന്ന് അരവിന്ദ് സാറ് പറഞ്ഞു. സർ, വേറെ ആരും വന്നിട്ടില്ല സർ, ഞാൻ ഒറ്റയ്ക്കാ വന്നത്. പാർവതിയെ വിളിച്ച നീയാണോ വരുന്നത്? പാറോ? സാർ എന്നോടല്ലേ വരാൻ പറഞ്ഞത്? എനിക്ക് നിന്നോട് സംസാരിക്കാനൊന്നുമില്ല. സർ, സർ പ്ലീസ് സർ, എനിക്ക് സാറിനോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. വഴിമാറാ. സർ, ഒരു 10 മിനിറ്റ് സമയം താ. എന്തായാലും സാർ ഇവിടം വരെ വന്നതല്ലേ? മാറാ. ഉറപ്പായി അവർ തമ്മിൽ അടിയടക്കും. സർ, സർ, പ്രിയൻ കൈലാഷിനെ അടിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല. അവന് വേണ്ടി നമ്മൾ കൈലാഷിനെ അടിച്ചിട്ടിട്ട് നമ്മൾ അവന്റെ ആളുകളാണെന്ന് വരുത്തി തീർത്താ പോരെ? അത് മതി. പ്ലീസ് സർ. ആദ്യം മാസ്ക് ഇട്ടോ, പിന്നെ നിന്റെ ശബ്ദം ഒന്ന് മാറ്റിക്കോ. അവര് കണ്ടുപിടിക്കണ്ട. ഞാൻ ഒരിക്കൽ പോലും സാറിനെ ചതിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. സാറിന് ഞാൻ എന്റെ സ്വന്തം സഹോദരന്റെ സ്ഥാനത്താ കണ്ടിട്ടുള്ളത്. നിന്നെ സഹോദരന്റെ സ്ഥാനത്ത് കണ്ടതിന് നീ എനിക്ക് നല്ലൊരു സമ്മാനം തന്നത്. സർ, സർ, സർ പ്ലീസ് സർ. കൈയെടുക്കടാ. ഇല്ല സർ, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തിട്ടേ ഞാൻ സാറിന് ഇവിടുന്ന് വിടുള്ളൂ. പറഞ്ഞ മനസ്സിലാവില്ലല്ലടാ. സാർ, സാറിനെ എത്ര വേണമെങ്കിലും തല്ലിക്കോ, എന്നാലും സാറിന് ഇവിടുന്ന് പോവാൻ ഞാൻ അനുവദിക്കില്ല. നീ അനുവദിക്കില്ലേ? അത്രയ്ക്ക് അഹങ്കാരമാണല്ലേ നിനക്ക്? മാറാ. സാർ, ഇനി എന്റെ കൺമുന്നിൽ വന്നു പോരുത്. സാർ, നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേ? നീ എന്റെ കൈ പിടിക്കാറായോടാ? അല്ല സാർ, ഞാൻ നീ എന്നെ തള്ളാറായോടാ? അയ്യോ സാർ, സാർ, നീ വാ, നമുക്കിടപെടാൻ സമയമായി. സാർ, സാർ, ഞാൻ അറിയാതെ. പ്രിയ, ഇവൻ അടിക്കുന്നത് വരെ ഇടപെടരുതെന്നല്ലേ നീ പറഞ്ഞത്? ഇനി എന്തിനാ കാത്തു നിൽക്കുന്നേ? വന്ന് തീർക്കടാ. കൊടുക്കടാ. പ്രിയ, വന്ന് കുത്തടാ. എടാ കുത്താൻ. ചതിയാ. അടങ്ങി നിൽക്കടാ. ഇതിനാണല്ലേ നീ വന്ന്? പ്രിയ, നിങ്ങളൊക്കെ ആരാ? എടാ നിനക്ക് വരെ ഞങ്ങൾ ജയിലിൽ പോകുന്ന പറഞ്ഞല്ലേ കാശ് വാങ്ങിയത്? വന്ന് ധൈര്യമായിട്ട് കുത്തടാ. സാർ, ഞാൻ നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുമല്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ, എനിക്കൊന്നും അറിയില്ല. സാർ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. എനിക്കറിയില്ല സാർ. നിന്നെ കൊല്ലണോ ഞാൻ?
കാണട്ടെ. PKRനും കുടുംബത്തിനും ഇവന്റെ ബോഡി പോലും കിട്ടരുത്. അതിനു വേണ്ടത് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ പെട്രോൾ വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. എടുത്തിട്ട് വാ. കത്തിക്കടാ.